ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് ആരംഭിച്ചാലോ. അപ്പം ഞാൻ ഇൻട്രോയിലൊന്നും ഒരു വീഡിയോ ഇട്ടിട്ടില്ല. എനിക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഇടുന്നത്. മേ ബി എൻ്റെ ലെങ്തി വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്ന് വളരെ ഷോർട്ട് ആൻഡ് ക്യൂട്ട് വീഡിയോ ഇടുക. ഷോർട്ട് വീഡിയോ ഇടാം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ. ആദ്യത്തെ ഒരു കാര്യം, ചിലപ്പോൾ എല്ലാവരും കരുതും ഇന്ന് രാവിലെ എടുത്ത അതേ കോസ്റ്റ്യൂമാണല്ലോ ഇന്ന് വൈകുന്നേരം. ഇന്ന് രാവിലത്തെ വീഡിയോ ഞാൻ രാവിലെ എണീച്ച് വീഡിയോ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് കോസ്റ്റ്യൂം മാറ്റി എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് രണ്ടിനും ഒരേ ഒരു കോസ്റ്റ്യൂം. രണ്ടാമത്തെ കാര്യം, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇട്ട വീഡിയോൻ്റെ താഴെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻസ് കിട്ടി. എനിക്ക് കുറച്ച് പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജസ് അയച്ചു, ചേച്ചീൻ്റെ പുതിയ സബ്സ്ക്രൈബറാണെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളൊരു വീഡിയോ ഇടുന്നു, ആ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, അതിന് ശേഷം നമ്മളുടെ അക്കൗണ്ട് തിരഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് നമുക്ക് മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടെ രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ കരുതും ഇതിലെന്താണ് സംസാരിക്കാൻ ഉള്ളത് എന്ന്. അപ്പം ഞാൻ ഇന്ന് യൂട്യൂബിൽ അത്യാവശ്യം ഓടിയിട്ടുള്ള ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും ഏറ്റവും കൂടുതൽ എടുത്ത് സംസാരിച്ചത് നമ്മുടെ ദയാ സുജിത്തിൻ്റെയും നമ്മുടെ ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സി. ഒരുപാട് പേര്, ഞാനിന്ന് കുറേ പേരുടെ വീഡിയോ കണ്ടു. ഇവരുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ കരുതി എന്തൊരു നുണയല്ല പൊന്നെ, സത്യം പറയാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ സ്വന്തം തൻവി സുധീർ ഘോഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, സോറി ഗൈസ് ഞാൻ സബ്സ്ക്രൈബ്ഡ് അല്ല, തൻവി സുധീർ ഘോഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പോസ്റ്റ് എൻ്റെ കൺമുന്നിൽ പെട്ടു. ഇതാണ് പോസ്റ്റ്. ഈ പോസ്റ്റ് ഇട്ടത് 2 ദിവസം മുമ്പാണ്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു, എന്താണ് ഇവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രയും എക്സ്പ്ലനേഷനോ ഡിസ്കഷനോ ഒന്നും വരാത്തേ എന്നുള്ളത്. ഞാൻ അന്ന് എൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു, രണ്ടുപേരും സിന്ധു കൃഷ്ണയുടെ സൈഡിൽ നിന്നും ആൻഡ് തൻവിയുടെ സൈഡിൽ നിന്നും ഇനി ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ വിഷയം അവിടെ ഒഴിവാക്കി അവസാനിപ്പിച്ച് പോയത്. എന്നിട്ട് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊങ്ങാനുണ്ടായിരുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, സിന്ധു കൃഷ്ണ ചില വീഡിയോസ് പല വ്യക്തികൾക്കും ഷെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ആ ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടാനും റിയാക്ട് ചെയ്യാനും തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ പണ്ട് ഓൾറെഡി കോൺട്രവേഴ്സി ആയ ഒരു സാധനവും സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങനെ ഒരു ഡിസ്കഷൻ ആയത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത്, എന്താണ് തൻവി വീഡിയോ ഇടാത്തത്, എന്താണ് അമ്മമ്മ വന്ന് സംസാരിക്കാത്തത്, അമ്മമ്മയുടെ ഒരു ഫുട്ടേജ് അല്ലേ സോഷ്യൽ മീഡിയയിൽ പോയെന്നാണ് ഞാനും അത് കരുതിയിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോയിൽ തന്നെ 2-3 തവണ മെൻഷൻ ചെയ്തിരുന്നു, ഇനി എന്നാണോ തൻവി ഒരു വീഡിയോ ഇടുന്നത് അന്ന് മാത്രമേ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയൂ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ തൻവി ഒരു വീഡിയോ ഇട്ടില്ല, പറഞ്ഞില്ല, വിട്ടു. പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു യൂട്യൂബറിൻ്റെ പേര് പറയുകയാണെങ്കിൽ അതുൽ വ്ളോഗ്സ് ആണ്. അതുൽ വ്ളോഗ്സ് ഇന്ന് ആനയുടെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഡെഫിനറ്റ്ലി ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആ വീഡിയോ എടുത്ത് നോക്കി. അപ്പോൾ വീഡിയോൻ്റെ ഒരു ഇൻട്രോ ഭാഗത്ത് അതുൽ വ്ളോഗ്സ് പറയുന്ന പോലെ ഞാൻ ചെറുതായിട്ട് എവിടെയോ ഒന്ന് കേട്ടു. എന്താണ് വീഡിയോ ചെയ്ത ആൾക്കാർക്ക് എഗെയിൻസ്റ്റൊക്കെ എന്തൊക്കെയോ കേസോ കാര്യങ്ങളോ എന്തൊക്കെയൊക്കെ ഫാമിലി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സോഷ്യൽ മീഡിയ ഞാൻ എന്നും അന്നും ഇന്നും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഒരു സാധനം ഇടുന്നുണ്ടെങ്കിൽ പബ്ലിക് വ്യക്തികൾക്ക് ആ വിഷയത്തെക്കുറിച്ചിട്ട് ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു കോണ്ടൻറ്റ് ഇട്ടു, എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നത് ഫുള്ള് പോസിറ്റീവ് കമൻസ് അല്ല. എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്, ഒരുപാട് അബ്യൂസീവ് കമൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന വിഷയത്തെക്കുറിച്ചിട്ട് പോസിറ്റീവ്ലി നെഗറ്റീവ് പറയാനുള്ള റൈറ്റ് എല്ലാ വ്യക്തിക്കും ഉണ്ട്. പോസിറ്റീവ്ലി നെഗറ്റീവ് എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഇൻഹറൻറ്റ് വേർത്തിനെയോ വാല്യൂവിനെയോ നാണം കെടുത്താത്ത രീതിയിൽ അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. എന്നാൽ വളരെ മോശമായ രീതിയിൽ, വൾഗറായ രീതിയിൽ അഭിപ്രായം പറയുന്നതിനോട് ഒട്ടും യോജിക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഇന്ന് തന്നെ ഞാൻ രാവിലെ റിയാക്ട് ചെയ്ത വീഡിയോ ദയാ സുജിത്തിൻ്റെ വീഡിയോ ആണ്.
ദയാ സുജിത്തിൻ്റെ ഔട്ട്ഫിറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത് ഓഫ്കോഴ്സ് ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷെഫിൻ ഹബീബി എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. അവർ പറഞ്ഞതിനോ അല്ല അവരുടെ ആശയത്തിനോ അല്ല, പറയാൻ വേണ്ടി അവർ യൂസ് ചെയ്ത ലാംഗ്വേജസും അവർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകളും, അത് ഞാൻ ഇനി പറയുന്നില്ല. കാണാത്തവർ എൻ്റെ രാവിലത്തെ വീഡിയോ എടുത്ത് നോക്കുക. അതിനോടാണ് എനിക്കെപ്പോഴും എഗെയിൻസ്റ്റ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക്കലി ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ്സ് വെരി കോമൺ ഫോർ ജനങ്ങൾക്ക് ടു റെസ്പോണ്ട് ദെയർ ഒപ്പീനിയൻ, അല്ലെങ്കിൽ പറയുക എന്നുള്ളത് അവരുടെ ഒരു പാർട്ടാണ്. അപ്പം അത് പറയുന്നതിന് നിങ്ങളിങ്ങനെ രോക്ഷാകുലയായിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ രോക്ഷാകുലയാവുകയാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് സ്റ്റോപ്പ് സോഷ്യൽ മീഡിയ, ബി ഇൻ യുവർ ഹോം, പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്ത് മുന്നോട്ട് പോവുക. ക്രിട്ടിക്സ് ഏറ്റുവാങ്ങാൻ പറ്റണം. അത് ഏറ്റുവാങ്ങാൻ പറ്റാണ്ട് പിന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടി ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം ആർക്കൊക്കെ എഗെയിൻസ്റ്റാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് തൻവിയുടെ പോസ്റ്റിലോട്ട് പോകാം. തൻവി സുധീർ ഘോഷ് 2 ദിവസം മുമ്പാണ്, ഇന്ന് 14-ാം തീയതി ആണെങ്കിൽ 13-12-ാം തീയതിയാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. 2.7K ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 370 കമൻറ്റും കിട്ടിയിട്ടുണ്ട്. നൗ പോസ്റ്റ് തുടങ്ങാം. I just want to clarify that I won't be responding to any more controversy regarding my family matters. വെരി ഗുഡ് തൻവി, എനിക്ക് പറയാനുള്ളത് വെരി ഗുഡ്. കാരണം സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കുടുംബകാര്യം ചർച്ചയാവുന്നത് എപ്പോഴാണ്? ഇപ്പം നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സിനെ പറ്റി യൂട്യൂബേഴ്സ് സംസാരിച്ചു എന്നുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എപ്പോഴാണ് ഇതൊരു ചർച്ചയാവുന്നത്? നിങ്ങളുടെ ഫാമിലിയിലുള്ളൊരു വ്യക്തി നിങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടു. അവർ വീഡിയോ ഇട്ടതിൻ്റെ ദേഷ്യത്തിന് നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ മകൾ ഒരു വീഡിയോ ഇട്ടു. അതിൻ്റെ ദേഷ്യത്തിന് അടുത്ത വീഡിയോ ഇവിടുന്ന് വന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടല്ലേ അവസാനം നിങ്ങൾ തന്നെ തീരുമാനിച്ചു ഇനി ഞാൻ സംസാരിക്കുന്നില്ല. അതോടുകൂടി എല്ലാവരും ഈ വിഷയം വിട്ട് വേറെ പല വിഷയങ്ങളും സംസാരവുമായി പോയതാ. അതിൻ്റെ ഇടയിൽ വീണ്ടും പല വ്യക്തികൾക്കും നിങ്ങളുടെ വീട്ടിലെ CCTV ഫുട്ടേജ് അയച്ചു കൊടുത്തത് നിങ്ങളുടെ ഫാമിലിയാണ്. സോ നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തണം, അതാണ് ക്വാളിറ്റി. My intention in coming back was never to target or hurt anyone. I simply shared my own perspective about seeing my Ammuma feeling sad. Before my grandfather passed away, my grandparents raised me. So I came to spend time with her and help her find someone to take care of her. That was the only reason behind my post. It was never for attention. അപ്പോൾ തൻവി പറഞ്ഞത്, ഞാൻ നാട്ടിൽ വന്നത് എൻ്റെ അമ്മൂമ്മേൻ്റെ കൂടെ നിൽക്കാനാണ്. എന്നെ ടേക്ക് കെയർ ചെയ്തത് എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനുമാണ്. അപ്പോൾ അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് അമ്മൂമ്മയ്ക്ക് ഒരുപാട് സങ്കടവും ആരുമില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ നാട്ടിൽ വരും അമ്മൂമ്മനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തം. സോ ഞാൻ വന്നു ടേക്ക് കെയർ ചെയ്യുന്നു. അല്ലാണ്ട് ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാനോ റീച്ചിന് വേണ്ടിയിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ കോൺട്രവേഴ്സിക്കോ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത്? തൻവി പറഞ്ഞത്. റൈറ്റ് നൗ ഐ ആം പോസ്റ്റ്പാർട്ടം ആൻഡ് മദർ ഓഫ് 2. മൈ പ്രയോറിറ്റി ഈസ് മൈ ഫാമിലി ആൻഡ് മൈ ചിൽഡ്രൻ. സോറി ഗൈസ്, ഞാൻ അതിന് മുമ്പത്തെ പാരഗ്രാഫ് വായിക്കാൻ മറന്നു. I have always tried to be straightforward on YouTube, which is why I addressed it briefly. I only responded after certain family members shared what I felt was only one side of the story, which unfortunately led to a lot of hate directed to me. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പുള്ളിക്കാരി ഒറ്റൊരു വ്ളോഗേ ഇട്ടിട്ടുള്ളൂ. ആ വ്ളോഗിൽ ഇങ്ങനെ ഒരു പീസ് കണ്ട സമയത്ത് ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് ഇതൊരു വലിയ വിഷയമാക്കി എടുത്തുകൊണ്ട് ഒരു ലോങ് വീഡിയോയിൽ മണിക്കൂറുകളോളം സംസാരിച്ചത് അവരുടെ ഫാമിലിയാണ്. വൈ? എന്തിനു സംസാരിക്കണമായിരുന്നു? നിങ്ങളവിടെ സംസാരിച്ചില്ലെങ്കിൽ ഇന്ന് ഇത്രയും വിഷയം ഉണ്ടാവുമായിരുന്നു? നമ്മൾ ചോദിക്കുന്നതിൻ്റെ തെറ്റ് പറയാനുള്ള. നമ്മൾ പല വ്ളോഗിലും അമ്മൂമ്മേനെ നിങ്ങൾ തന്നെയാണ് കാണിച്ചു തന്നെ, ഇതെൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ ഇതെൻ്റെ അമ്മൂമ്മയാണ്, അമ്മൂമ്മയ്ക്ക് മിക്സി വാങ്ങുന്നു, ഫ്രിഡ്ജ് വാങ്ങുന്നു, അമ്മൂമ്മേനെ കാണാൻ വരുന്നു, അമ്മൂമ്മയ്ക്ക് ഓലൻ ഉണ്ടാക്കുന്നു, ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നെ. ഈ അമ്മൂമ്മേനെ നോക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, 4 പേരക്കുട്ടികളും ഒരു മരുമോനും ഉള്ള സമയത്ത് വൈ അമ്മൂമ്മ എലോൺ, അല്ല ഒരു മോളും മരുമോനും വൈ അമ്മൂമ്മ എലോൺ എന്ന് ചോദിക്കില്ലേ? അതിലിപ്പോൾ എന്താ തെറ്റ്? പകരം ആ ഒരു സിനാരിയോനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വലിയ വീഡിയോ ഇട്ടിട്ട് അതിൽ അമ്മൂമ്മേനെ നാണം കെടുത്തി, തൻവീനെ നാണം കെടുത്തി, ഒട്ടാകെ നാണം കെടുത്തിയത് നിങ്ങൾ തന്നെയാണ്. ആ സമയമാണ് തൻവി ഇതിൽ പറഞ്ഞതുപോലെ ഞാൻ വന്നിട്ട് ഞങ്ങളുടെ സൈഡ് പറഞ്ഞത്. കാരണം ഒരു സൈഡ് മാത്രം പറയരുതല്ലോ എന്ന്. Right now, I am postpartum and mother of 2. My priority is my family, my children, and living a peaceful, normal life. Despite the gossip and discussion happening on YouTube and Reddit, I have decided that I won't be commenting or addressing this matter any further. Good. ആളിപ്പോൾ പോസ്റ്റ്പാർട്ടം ജേണിയാണ്, 2 ബേബീസിൻ്റെ അമ്മയാണ്, ആൾക്ക് ആളുടേതായ ഉത്തരവാദിത്വവും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കയറി ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ
അഡ്രസ്സ് ചെയ്യാനോ ആൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നല്ലതാ തൻവീൻ്റെ കാര്യം നോക്കിയിരിക്കും. Also, what happened between my grandmother and my mother side of family has nothing to do with me. At the end of the day, I had to choose my grandmother as she's very old and has no one left as family. സത്യം. ഇനി എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അമ്മൂമ്മ ഇപ്പോൾ കരണ്ട്ലി ഒറ്റയ്ക്ക് ആ വീട്ടിലാണുള്ളത്. അമ്മൂമ്മേൻ്റെ കൂടെ ആരുമില്ല. അമ്മൂമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ തൻവിക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ തൻവീനെ പണ്ടുതൊട്ടേ ടേക്ക് കെയർ ചെയ്തിട്ടുള്ള അമ്മൂമ്മേനെ മാത്രമേ തൻവി ടേക്ക് കെയർ ചെയ്യൂ എന്നാ പറഞ്ഞേ. ആൻഡ് തൻവിയും അമ്മൂമ്മയും തമ്മിൽ പ്രശ്നമില്ലാത്തടത്തോളം കാലം തൻവി അമ്മൂമ്മേനെ ടേക്ക് കെയർ ചെയ്യുന്നതിന് എന്താ മിസ്റ്റേക്ക്? മൈ മദർ സൈഡ് ഹാവ് എ ലോട്ട് ഓഫ് ഫാമിലി ടു ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. I will do my best between my life and 2 kiddos to help Ammuma and have someone stay with her before I leave. If I can't, I will permanently stay until the end. ആൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എനിക്കിപ്പോൾ അമ്മേനെ ടേക്ക് കെയർ ചെയ്യാനാണെങ്കിൽ അമ്മേൻ്റെ ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മൂമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അമ്മൂമ്മേൻ്റെ കൂടെ നിന്നേ പറ്റൂ. ഞാൻ അമ്മൂമ്മേൻ്റെ കൂടെ തന്നെ നിൽക്കും. വേറെ ആരെങ്കിലും അമ്മൂമ്മേനെ ടേക്ക് കെയർ ചെയ്യുക എന്നറിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ എം റെഡി ടു ഗോ. ടേക്ക് കെയർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അമ്മൂമ്മേൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. Permanently. OCD is a disorder, and after over 75 years, I don't think it can be cured. The same way they did not abandon me because of ADHD. ADHD means attention deficient hyperactive disorder. And okay, thank you to everyone who has shown kindness and understanding. I truly appreciate your support, and I am choosing to move forward with peace and positivity. Good, Tanvi. ആൻഡ് ഇവിടെ OCDനും ADHDനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ADHD ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം. ഈ വീഡിയോയുടെ താഴെ ഒരുപാട് പോസിറ്റീവ് കമൻസ് ആണുള്ളത്. വെരി ഗുഡ് തൻവി, അടിപൊളിയായിരിക്കൂ, താങ്ക് യു തൻവി, ഗുഡ് ഡിസിഷൻ തൻവി, എല്ലാത്തിനും തുടക്കം നീ മാത്രമാണ് തൻവി, അങ്ങനെ കുറേ വെരി ഗുഡ് തൻവി, they definitely have PR, happy birthday തൻവി, വെരി സ്വീറ്റ് ഓഫ് യു, ഗ്രേറ്റ് തൻവി, ഇങ്ങനെ ഒരു 75% പോസിറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓഫ് കോഴ്സ് 25% കമൻസ് ഉണ്ട്. എന്തായാലും ആൾ ഇവിടെ എടുത്ത സ്റ്റാൻഡിനോട് ഞാൻ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൾക്ക് വേണമെന്ന് വെച്ചാൽ അമ്മൂമ്മേനെ വെച്ച് ഒരു 10 കണ്ടന്റ് ഉണ്ടാക്കായിരുന്നു. ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവും. വീണ്ടും ഇവരുടെ ഫാമിലി നാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പകരം ആളിവിടെ ഈ വിഷയം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. മേ ബി ദിസ് വിൽ ബി മൈ ലാസ്റ്റ് വീഡിയോ റിലേറ്റഡ് ടു അഹന കൃഷ്ണ കോൺട്രവേഴ്സി എന്നാണ് ഞാൻ പറയുന്നത്, അൺടിൽ വേറൊരു വിഷയം വരുന്നത് വരെ. അപ്പം അതുകൊണ്ട് തന്നെ തൻവീൻ ഈ സ്റ്റാൻഡിനുണ്ട്. ആൻഡ് OCD എന്ന് പറഞ്ഞ ഡിസീസിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഐ അണ്ടർസ്റ്റാൻഡ് ഇത് വളരെ ഈസിലി ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് അല്ല. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദിസ് ഇസ് എ സൈക്കാട്രിക് ഡിസോർഡർ. അതിൻ്റെതായിട്ടുള്ള മെഡിക്കേഷൻസ് വേണം. മെഡിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അവരെ അതിൻ്റെ ഓരോന്നിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ ക്യൂറബിൾ. ആ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഓപ്പോസിറ്റിലെ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഓരോരുത്തരുടെ ബിഹേവിയർ എന്താ, ആറ്റിറ്റ്യൂഡ് എന്താ, എക്സ്ട്രീമിറ്റി എന്താണെന്നുള്ളത് അറിയില്ല. ഞാൻ ഇനി വീണ്ടും പഴയ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാനോ അവരെ പറയാനോ ഇവരെ പറയാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ വീഡിയോ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഫെയിം എന്ന് പറയുന്ന ഒരു സാധനം ടു ആൻ എക്സ്റ്റെൻറ്റ് നിങ്ങളെ മെൻ്റലി ഭയങ്കര ടയർ ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഫെയിമും റീച്ചും ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ടോപ്പിക് എന്നും ഡിസ്കഷൻ ആവുന്നത്. ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിട്ട് ഡാനി സത്യൻ എന്ന് പറയുന്നൊരു യൂട്യൂബർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. 2000 എങ്ങനെയാണ് റീച്ച് പോയിട്ടുള്ളൂ. ബാക്കി 30 അക്കൗണ്ടിലിടുന്ന എല്ലാ വീഡിയോസിനും പുള്ളിക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. വൈ 2000? ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഏത് അമിയ അൺഫിൽറ്റേഡിന് അറിയുന്ന ഏത് വ്യക്തിയാണ് ഉള്ളത്, അത്രയേ ഉള്ളൂ. പക്ഷെ അന്നേരം അഹാനേൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ സിന്ധു കൃഷ്ണയുടെ KK ഫാമിലീൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ റീച്ച് ഉണ്ടെങ്കിൽ നിങ്ങളെ സമൂഹത്തിലുള്ള ഒരുവിധം പേർക്കൊക്കെ അറിയാം. അതിൽ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങളെ വെറുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ പല വീഡിയോയുടെ താഴെയും വന്ന് കമൻറ്റ് കണ്ട സമയത്ത് ഞാൻ തന്നെ നെട്ടി, ഇവർ ഇത്രത്തോളം വെറുക്കുന്ന ആൾക്കാരുണ്ടോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കളിക്കുമ്പോൾ ഈ കൈൻഡ് ഓഫ് ഒബ്ജക്ഷൻസും റെസ്പെക്റ്റും ഒരുപോലെ ഫേസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്റ്റോറി. ആൻഡ് അത് ഫ്രണ്ടോട് പോകുന്നതിനനുസരിച്ച് ദ സ്റ്റോറി ഓൾവേസ് ചേഞ്ചസ്. സോ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയ.